ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളും അതുപോലെ റെസിപ്പീസൊക്കെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇന്നതാ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അതുപോലെ കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കടലക്കറി അതാ കുക്കറിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദോശ അങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടുള്ള ദോശയാണ്. അരി അരച്ചിട്ടല്ല ഇന്നത്തെ ദോശ റെഡിയാക്കിയിട്ടുള്ളത്, അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ദോശ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതെന്താ ദോശയൊക്കെ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇതാ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കടലക്കറിയാണ്, തേങ്ങ ഒന്നും അരച്ചിട്ടില്ല. അതിനകത്ത് കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ക്യാബേജ് തോരൻ വെക്കണം. അതിൻ്റെതായ ഒരു വയലറ്റ് ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാബേജാണ് കേട്ടോ മക്കൾക്ക് ഒന്നും കൂടെ ഇഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്യാബേജാണ് അധികം വാങ്ങിക്കാറുള്ളത്. ഈ ഒരു ക്യാബേജ് തോരൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അതിനകത്ത് ആ ക്യാബേജൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു. ആ ഒരു സമയത്ത് തന്നെ ഫ്രിഡ്ജിൽ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ, തലേദിവസം കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. ആ ബീഫ് ഒന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചിക്കനോ ബീഫോ മീനോ എന്തെങ്കിലും ഫ്രിഡ്ജിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കും. കാരണം നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ തീരുമ്പോഴേക്കും അതിലുള്ള ഐസൊക്കെ ഒന്ന് വിട്ട് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് അത് ആദ്യം പുറത്തെടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ ഇതാ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരടുപ്പിൽ അങ്ങനെ ദോശ ചുടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കറികളും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള മറ്റേ അടുപ്പിലും കൂടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മക്കൾ സ്കൂളിലേക്ക് പോകാനാകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കുക്കിങ്ങൊക്കെ തീർക്കണം. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടടുപ്പിലും വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതാ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ക്യാബേജൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തോരൻ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ക്യാബേജും അതിലേക്ക് 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും, അതുപോലെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ അതാ തോരനൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ അതാ അത് തലേ ദിവസം റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ ലിവറാണ് കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തിട്ട് അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ദോശയിലേക്ക് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ബീഫൊക്കെ ഐസ് പോയി അതൊക്കെ കട്ട് ചെയ്ത് നല്ല പോലെ തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട്, അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാനും വേണ്ടി നിന്നു. അങ്ങനെ കുക്കിങ്ങൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. രാവിലത്തെ കുക്കിങ്ങൾ തീർന്നിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവിട്ടതിന് ശേഷമാണ് ചെയ്യുന്നത്. അങ്ങനെ അതാ പാത്രമൊക്കെ കഴുകി വെച്ചു, ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റൊന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ആ സമയത്ത് ഇതാ മോന് വന്നിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടുണ്ട് മെച്ചേ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ ചെന്ന സമയത്ത് കണ്ണ് അടച്ചിട്ട് ഞാൻ ഉറങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ. അങ്ങനെ ദോശയും ഒരു കടലക്കറിയും പിന്നെ ആ ഒരു ചിക്കൻ്റെ ലിവർ ഉണ്ടല്ലോ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നു. ആദ്യം തന്നെ ഒരു ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് നിന്നു. ആദ്യം അതിലുള്ള ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടേബിൾ ക്ലീൻ ചെയ്യുന്നൊരു ലിക്വിഡ്. അപ്പോൾ ആ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് ആദ്യം തന്നെ ഈ ഒരു ടേബിളൊന്ന് തുടച്ചെടുക്കുന്നത്. ആദ്യം ഒരു ലിക്വിഡ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്പ്രേ ചെയ്തിടണം. ഡിഷ് വാഷും അതുപോലെ തന്നെ വിനീഗറും വെള്ളവും കൂടെയാണ് ഈ ഒരു ലിക്വിഡിലുള്ളത്. അത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സമയം ഇത് വെച്ചതിന് ശേഷം ആദ്യം നമുക്ക് നനഞ്ഞ ക്ലോത്ത് കൊണ്ട് 2 പ്രാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം ഉണങ്ങിയ ക്ലോത്ത് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചെയ്താൽ നല്ലൊരു സ്മെല്ലുമാണ്, അതുപോലെ തന്നെ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതാ ടേബിളൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ ആ പണികളൊക്കെ തീർത്തിട്ട് ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു.
കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് തൈറോയ്ഡ് ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ സർജറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 6 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോകണം. അതിന് മുന്നേ ആയിട്ട് സ്കാനിങ്ങും അതുപോലെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കുകയാണ്. നമ്മുടെ വാഷിംഗ് മെഷീൻ ഇതാ ഇപ്പോൾ ഈ ഒരു ഹാളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഇവിടെ ആയിരുന്നില്ല സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട്, അവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാ ഈ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എലിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റിയതാണ്. ഈ ഒരു ഗ്രില്ല് പോലെ ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ എലികൾ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ മാറ്റിയതാണ് കേട്ടോ ഇവിടെ നിന്ന്. ഇപ്പോൾ അത് ഡൈനിങ് ഹാളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല ഈ ഒരു ഏരിയ. ഇവിടെ അങ്ങനെ കുറച്ച് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനത് അതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ അടിച്ചുവാരലും തുടക്കലും ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി ഇതാ മക്കളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു. മോൾക്ക് അതാ ചോറും ആ ഒരു തോരനും കാബേജ് തോരനും പിന്നെ മാങ്ങച്ചാറും വെച്ച് കൊടുത്തിട്ടുണ്ട്. മോന് പിന്നെ സാധാരണത്തെ പോലെ തന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ വേണ്ടത്. അവന് ബ്രേക്ക്ഫാസ്റ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ദോശയും ആ ഒരു കടലക്കറിയും കൂടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അവന് സ്നാക്സ് ആയിട്ടൊന്ന് വെച്ചിട്ടുള്ളത് ഓറഞ്ചാണ് കേട്ടോ. പിന്നെ അതാ വാട്ടർ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് അതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ബാഗിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോളെ ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഇതാ മോന് യൂണിഫോമൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് അങ്ങനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി ഇതാ മോളും കൂടെ ഒന്ന് റെഡി ആവുന്നുണ്ട്. ഇനിയിപ്പോൾ അവരെ കൊണ്ട് അങ്ങനെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവരെ വിട്ടതിന് ശേഷം ആണ് ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിനത് അവരെ അങ്ങനെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമ്മളെ വീഡിയോക്ക് ലൈക്ക് കുറവാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. അങ്ങനെ അത് അവരെ ബസ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതാ അവരെ വിട്ടതിൻ്റെ ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ തീർക്കണം. അങ്ങനെ ആദ്യം തന്നെ ബീഫ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് കൊടുക്കാം. ഇതിൽ ഞാൻ ചെറുതായിട്ട് റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ അല്പം ഗരം മസാല, അതുപോലെ തന്നെ വലിയ ജീരകം, ഇത്രയാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2-3 ഏലക്കായി, ഒരു പീസ് പട്ട, അതുപോലെ തന്നെ ഉലുവയും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളകും ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 തക്കാളിയാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതാ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ കുറച്ചൊരു തിക്കായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ഒരു 8 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിനനുസരിച്ചും അതുപോലെ തന്നെ ഒരു ബീഫിൻ്റെ ഒരു വേവ് അനുസരിച്ചിട്ടും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ബീഫൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ഒന്നും കൂടെ തിക്കായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. പിന്നെ അതിൻ്റെ ശേഷം ഇനി പപ്പടം ഇനി പോയി വന്നിട്ടാണ് കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ ഷർട്ടൊക്കെ അലക്കാനുണ്ടായിരുന്നു, അതങ്ങനെ അലക്കി പുറത്തിട്ടിട്ടുണ്ട്. പിന്നെ അതാ കുളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അങ്ങനെ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 10 മണിക്കാണ് നമുക്ക് സ്കാനിങ്ങിന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ്. പിന്നെ അവിടെ നിന്നും തിരിച്ചൊരു 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയ സമയത്ത്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ തീർത്ത് പപ്പടമൊക്കെ ഒന്ന് കാച്ചതിന് ശേഷം അങ്ങനെ ലഞ്ച് കഴിക്കാനിരുന്നു. അങ്ങനെ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ചായിരുന്നു കേട്ടോ ഇന്ന്. മാങ്ങച്ചാറും അതുപോലെ തന്നെ ആ ഒരു ബീഫും പിന്നെ മക്കൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കാബേജ് തോരനും പപ്പടവും പിന്നെ ഉണ്ടായിരുന്നത് തൈരാണ് കേട്ടോ. തൈര് പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഒരു ചെറിയൊരു പീസ് സവാളയും കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ കൂട്ടിയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച്. നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ലഞ്ച് കഴിച്ചു. അതിൻ്റെ ശേഷം ഇന്ന് മധുരമായിട്ട് ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഇതാ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. പുറത്തേക്ക് വന്ന സമയത്ത് ഇതാ ഇവിടെ ഒരാൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അതിൻ്റെ അടുത്ത് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം ആ ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ആ ഒരു ചോക്ലേറ്റ്, പക്ഷേ ലഞ്ച് കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു മധുരം കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ PhD ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ അതിൻ്റെ ശേഷം മക്കൾ വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വന്ന സമയത്ത് മധുരക്കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഇടയ്ക്ക് കൊണ്ടുവരും. അങ്ങനെ അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ഇന്ന് അവർ വരുമ്പോഴേക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും റെഡിയാക്കിയിട്ടില്ല. ഇന്നൊരു മുട്ട മസാലയാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാടമുട്ടയും കോഴിമുട്ടയൊക്കെ എടുത്തിട്ടുണ്ട്, അതൊന്ന് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ബീച്ച് സൈഡിലൊക്കെ കാണുന്ന ഒരു കടമുട്ടയുടെ മസാല ഉണ്ടല്ലോ, അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല, ഗരം മസാല, മീറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ മക്കൾക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് സ്നാക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. വന്ന പാടെ മോനിതാ ലൈസ് എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. ദുപ്പ വരുമ്പോൾ കൊണ്ടുവരുന്നതാണ്. മോനൊന്നും ഉണ്ടാവും, മോൾക്കൊന്നും ഉണ്ടാവും. എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് അവിടെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ സ്ഥിരം പ്ലേസ് അതാണ്. ആ ഒരു സ്റ്റെയറിൽ ഇരുന്നിട്ടാണ് അവൻ കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം ഇതാ അവരുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ സ്കൂൾ വിട്ട് വന്ന് ആദ്യം ചെയ്യുന്നത് ഹോംവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. അത് നോക്കിയിട്ട് അത് ചെയ്യാനുള്ളത് അവിടെ പുറത്ത് വെച്ചാൽ പിന്നെ അങ്ങനെ അവനെ എടുത്തിട്ട് എഴുതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ പുറത്തെടുത്ത് വെച്ചു ഹോംവർക്ക് ചെയ്യാനുള്ളതൊക്കെ. ഇത് അവരുടെ ഡയറിയാണ് കേട്ടോ. പിന്നെ വരുന്നത് കോപ്പികളാണ്, 4 കോപ്പി വരുന്നുണ്ട്. ഇത് മാത്സിൻ്റെതാണ്. പിന്നെ ഇത് മലയാളമാണ് വരുന്നത്. തലേ ദിവസം എഴുതിയിട്ടുണ്ടായിരുന്നതിനൊക്കെ വെരി ഗുഡും സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കി. പിന്നെ ഹോംവർക്ക് ഉള്ളതൊക്കെ നോക്കി. പിന്നെ വരുന്നത് ഇത് EVS വരുന്നുണ്ട്, പിന്നെ ഇംഗ്ലീഷും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് ഹോംവർക്ക് ആയിട്ടുള്ളത്. അങ്ങനെ അതവിടെ പുറത്തെടുത്ത് വെച്ചു. മോളിങ്ങനെ ഓരോന്ന് പറയാം കേട്ടോ. അവൻ്റെ എഴുതിയത് കണ്ടിട്ട് ഹാൻഡ് റൈറ്റിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഓരോന്ന് പറയാം, അതങ്ങനെയല്ല അതിങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവനെങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ മോനെ മേലൊക്കെ കഴുകി കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇരുന്നു.
ആ ഒരു കാടമുട്ടയുടെ മസാലയും അതുപോലെ തന്നെ മധുരക്കിഴങ്ങൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് കേട്ടോ ഇനി കാണിക്കുന്നത്. അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്, വേറെ ഒന്നുമല്ല, എയർ ഫ്രയറാണ് കേട്ടോ. ഇത് പിജിയൻ്റെ എയർ ഫ്രയറാണ് വരുന്നത്. 4.2 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അതുപോലെ 6400 വോൾട്ടും വരുന്നുണ്ട്. പിന്നെ 2 ഇയർ വാറണ്ടിയും കൂടെ അതിന് വരുന്നുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടാണ് ഈ ഒരു എയർ ഫ്രയർ ഉള്ളത്. ഈ ഒരു എയർ ഫ്രയറിൽ നമുക്ക് ഒട്ടും ഓയിൽ ചേർക്കാതെ തന്നെ എല്ലാം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഫിഷ് ആയാലും ചിക്കൻ ആയാലും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് ഒട്ടും ഓയിലൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ബ്ലാക്ക് അല്ല കേട്ടോ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അത് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് ഡാർക്ക് ഗ്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ അതിലൊരു ഗോൾഡൻ ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒരു ഗ്രീനും ആ ഒരു ഗോൾഡൻ കളറും കൂടെ വന്നിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട്. ഈ ഒരു കുക്കിംഗ് ട്രേയിലാണ് നമ്മൾ എല്ലാ ഐറ്റംസും കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ എല്ലാ ഐറ്റംസും വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു ട്രേ നമുക്ക് ഒരു എയർ ഫ്രയറിലേക്ക് അങ്ങനെ പുള്ള് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എയർ ഫ്രയറിൽ ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഓൺ ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതുപോലെയാണ് വരിക കേട്ടോ. അതിൽ ഫ്രഞ്ച് ഫ്രൈസ്, കബാബ്, സ്നാക്സ്, അതുപോലെ പിസ്സ, കേക്ക്, ഫ്രൈ ഐറ്റംസ് എല്ലാത്തിനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ ടൈമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിലൊന്ന് പരീക്ഷണം നടത്താം കേട്ടോ. ഫസ്റ്റ് ആയിട്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൊട്ടാറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കുക്കിംഗ് ട്രേ നമ്മൾ ഇതിലേക്ക് പുള്ള് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ സ്ക്രീന് വരുള്ളൂ കേട്ടോ. അത് ഓൺ ചെയ്തിട്ട് നമുക്ക് ഏത് ഫംഗ്ഷനാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു മെനു സെലക്ട് ചെയ്യുന്നത് കണ്ടോ, അതിലാണ് ടച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഇപ്പോൾ കാണിക്കുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ 14 മിനിറ്റാണ് കാണിക്കുന്നത്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ആ ഒരു ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓഫാവും കേട്ടോ. ഇതൊരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്തായിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതായത് ഒരു സൈഡ് ഒന്ന് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊന്നും കൂടെ അതിലേക്ക് തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി ഒരു 7 മിനിറ്റും കൂടെ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇത് നല്ലപോലെ തന്നെ കുക്കായി കിട്ടും. അങ്ങനെ അതായത് ടൈം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം എന്തായി എന്നുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു എയർ ഫ്രയറിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്കിതിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബായ്.